കഴിഞ്ഞ ദിവസം വലിയ കോലാഹലങ്ങൾക്ക് സൃഷ്ടിച്ചുകൊണ്ടാണ് TG എന്ന് പറയുന്ന ഒരു വിഷജീവിയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. ജന്തർ മന്ദറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികൾ പെൺകുട്ടികളെ വളരെ മോശമായ രീതിയിൽ ആ പെൺകുട്ടികളെ അധിക്ഷേപിക്കുകയും വർഗീയ കലാപത്തിന് വരെ ആഹ്വാനം ചെയ്യുന്ന തരത്തിലായിരുന്നു ഈ വിഷജന്തുവിന്റെ ആ ഒരു വീഡിയോ. 30 മിനിറ്റുള്ള ആ വീഡിയോയിൽ അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞാനായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ ഈ സമരം നടക്കുന്ന 4 കിലോമീറ്റർ ചുറ്റളവിൽ കർഫ്യൂ രേഖപ്പെടുത്തും, എന്നിട്ട് ഞാൻ ഇവർക്ക് നേരെ തുരുതുര വെടിവെക്കും, ചത്തതിനെയൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഹോസ്പിറ്റലിടും, സ്ത്രീകൾക്കെതിരെ അസഭ്യവും പറഞ്ഞിട്ടുള്ള ഈ വൃത്തികെട്ട 10 ദിവസത്തിന് ശേഷമാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു 24 മണിക്കൂർ പോയിട്ട് 12 മണിക്കൂർ പോലും ഇയാൾ അതിൻ്റെ അകത്ത് കിടത്തത്തില്ല. കാരണം അത്തരം വകുപ്പുകളായിരിക്കും പോലീസ് ഈ കോടതിയിൽ സമർപ്പിക്കാൻ. മുൻകൂർ നോട്ടീസ് കൊടുത്തിട്ടില്ല, പഴുതടച്ചിട്ടുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ കേരള പോലീസിന് സാധിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രഗത്ഭരും പറയുന്നുണ്ടല്ലോ, കേരള പോലീസ് നല്ല രീതിയിലുള്ള ഒരു സംഘീവൽക്കരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് സപ്പോർട്ടായിട്ടുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ വകുപ്പുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ അവരെല്ലാം ഇത് കൃത്യമായിട്ട്, പിന്നെ ഒരു നാടകം, ഒരു പ്രഹസനം നമ്മുടെ കേരളത്തിൽ കാണിച്ചു എന്ന് മാത്രം. ഇപ്പം ഈ ഒരു വിഷജീവി വീണ്ടും സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും വന്നിരുന്നോണ്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെന്തായാലും ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കണ്ടുനോക്കണം. എനിക്കറിയില്ല നിയമത്തിൻ്റെ വശം എന്താണെന്നുള്ളത്. ഇയാൾക്ക് ജാമ്യം കൊടുത്തിട്ടുള്ള ജഡ്ജിയുടെ പേരൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് ഇയാൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ആ ജഡ്ജിയെ ഒന്ന് പുകഴ്ത്തിക്കൊണ്ട്, അതായത് ജാമ്യം കൊടുത്ത ആ ജഡ്ജിയെ പുകഴ്ത്തിക്കൊണ്ടൊക്കെയാണ് ഇയാൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇത് നിയമപരമായ രീതിയിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല. കാരണം നിയമം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പരാമർശം കോടതി ലംഘനമാണോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതേ, പത്രിക പൂട്ടിപ്പോയി. നിങ്ങൾ കേട്ടില്ലേ? കേരളത്തിലെ ചാനലുകളെല്ലാം ചേർന്ന് പത്രിക അങ്ങ് പൂട്ടി. പക്ഷേ പോലീസോ കോടതിയോ ഒന്നും പത്രിക പൂട്ടിയില്ല. അപ്പം പിന്നെ കുറച്ച് ദിവസം ഞാൻ വീഡിയോ ചെയ്യാതിരുന്നതോ, അതിടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാതിരിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ കേസ് കുന്തമൊക്കെ ആയിക്കഴിയുമ്പോൾ അതിൻ്റെ പിന്നാലെ ഒരല്പം ബിസിയായി. കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പോൾ വെറുതെ മജിസ്ട്രേറ്റിനെ മെനക്കെടുത്തി എന്ന് പറഞ്ഞാൽ അവിടെ പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു. മുൻകൂർ ജാമ്യം എടുക്കും. ഞാൻ പറഞ്ഞു ഞാനൊരു കൂറിനും പോകുന്നില്ല, അവരെന്നെ പിടിച്ചുകൊണ്ട് പോട്ടെ. ഇതൊക്കെ മുൻകൂർ ജാമ്യം എന്നൊക്കെ പറഞ്ഞ് ഓടേണ്ട കാര്യം എന്താന്ന്? ഇതെന്താ വലിയ കൊലപാതക കേസ് വല്ലതാണ്? ഒളിവിൽ പോവുക, മുൻകൂർ ജാമ്യത്തിന് പോവുക. ഒന്നാമത് എൻ്റെ കയ്യിൽ കാശില്ല ഈ വക്കീലന്മാർക്ക് കൊടുക്കാനും അവിടെ ഇവിടെ ഓടാനും. അതുകൊണ്ട് ഞാൻ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയൊക്കെയായി ജാമ്യമൊക്കെ കിട്ടി. ജാമ്യത്തിൽ ഒരു കണ്ടീഷൻ, ജാമ്യം തന്ന മജിസ്ട്രേറ്റ്, അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ശ്രീ മിഥുൻ ഗോപി GS. ഞാനിത് പറയാൻ കാര്യമുണ്ട്. ഈ മലയാളം ചാനലുകൾ ആരും തന്നെ ജഡ്ജിമാരുടെ, സെഷൻസ് ജഡ്ജിമാരുടെ, മജിസ്ട്രേറ്റുമാരുടെ, ഇവരുടെ ആരുടെയും പേര് പറയാറില്ല വാർത്തകൾ. ചോരയും നീരും പറ്റി വിഷജീവി ഇയാൾക്ക് ജാമ്യം കൊടുത്തിട്ടുള്ള ആ ജഡ്ജിയുടെ പേരാണ് ഇവിടെ വന്നിട്ട് പരാമർശിക്കുന്നത്. പിന്നെ പരിഹാസ രൂപേണയാണ്, അതായത് കേരള പോലീസിനെ പരിഹസിക്കുന്ന തരത്തിലാണ് ഇയാൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ജഡ്ജിയുടെ സമയം മെനക്കെടുത്തി എന്നെ ഫ്രീ ആയിട്ട് ഇവിടുന്ന് അവിടം വരെ കൊണ്ടുപോയിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവിട്ടു. സത്യത്തിൽ ഇതൊക്കെ കേൾക്കേണ്ടത് കേരള പോലീസ് തന്നെ. പഴുതടച്ചിട്ടുള്ള ഒരു കുറ്റപത്രമായിരുന്നു ഇയാൾക്കെതിരെ കോടതിയിൽ സമർപ്പിച്ചിരുന്നെങ്കിൽ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന അതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വൃത്തികെട്ട വിഷജന്തു ആ വീഡിയോയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞത്. ബാക്കി കൂടെ കേട്ടോ. പറയില്ല. കാര്യം എന്താണെന്നറിയാമോ? പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അവർക്ക് പ്രശസ്തി കിട്ടും, അതിൽ ചാനലുകൾക്ക് അസൂയുണ്ട്. നമ്പർ 2, നിങ്ങൾക്ക് ഈ ജഡ്ജ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ജഡ്ജ്മെൻറ്റ് നോക്കണമെങ്കിൽ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, അത് ചിലപ്പോൾ 1, 2, 3, 4 എന്നൊക്കെ പറയണം. വലിയ കോർട്ട് കോംപ്ലക്സിന് ഇതിൽ ആരാണെന്ന് എങ്ങനെ അറിയും? അപ്പോൾ ഈ പേര് കിട്ടിയാൽ, അദ്ദേഹത്തിൻ്റെ പേര് മിഥുൻ ഗോപി GS, അത് വെച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടും. ഇത് കിട്ടാതിരിക്കുക എന്നുള്ള ഒരു ദുഷ്ടലാക്കം കൂടെ ഈ ചാനലുകാർക്കുണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ച ചാനലുകാരെ പറ്റി? എൻ്റെ പിന്നാലെയും വന്നു, ഞാനും ഒന്ന് ആസ്വദിച്ചു കേട്ടോ. വല്ലപ്പോഴും കിട്ടുന്ന ചാൻസിൽ എല്ലാവരും കൂടെ ഈ വടിയും കൊടയും സംഗതിയും ഒക്കെ പിടിച്ചിട്ട് മനുഷ്യന് വഴി നടക്കാൻ സമ്മതിക്കാതെ പോലീസുകാർ എന്നെ എടുത്തു പൊക്കിയ മട്ടിൽ ജീപ്പിൽ കൊണ്ടുപോകുന്നു. വാസ്തവത്തിൽ ഞാനൊന്ന് ആസ്വദിച്ചു. സത്യത്തിൽ എനിക്ക് ചാനലുകാരോട് ആ രീതിയിൽ എനിക്ക് നന്ദിയുണ്ട്. ഉള്ള കാര്യം പറഞ്ഞില്ല, അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്കൊരു മര്യാദയും നന്ദിയൊക്കെ ഇല്ലേ, അതാണ് കാര്യം. അപ്പോൾ ഇതിൽ എനിക്ക് ജാമ്യം കിട്ടിയ ഉത്തരവിൽ the accused being a senior journalist
ഞാനേ കോടതി പറയണം, ഞാൻ പറയുന്നില്ല. ഈ കോടതികൾ സാധാരണ ഒരു പദവി കൽപ്പിച്ച് നൽകാറില്ല. ബട്ട് എനിക്ക് അതും കൽപ്പിച്ചു തന്നു. ഞാൻ ചോദിച്ചൊന്നുമല്ല കേട്ടോ. ഷാൽ ബി അറ്റ് ലിബർട്ടി ടു യൂസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആൻഡ് സോഷ്യൽ മീഡിയ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ആക്ഷൻ ആൻഡ് ഫോർ ലെജിറ്റിമേറ്റ് ജേർണലിസ്റ്റിക് പർപ്പസ്. എനിക്ക് യൂട്യൂബ് വീഡിയോ, ഫേസ്ബുക്ക്, ട്വിറ്റർ, അത് ഇത് ചാപ്പ് ചവർ എന്ത് വേണമെങ്കിലും ചെയ്യാം. However, he shall not use any such platform for publishing, circulating, etc. വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഇടപെടരുത് എന്ന് സാരം. To interfere with the investigation or administration of justice. അന്വേഷണത്തിൽ ഇടപെടുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്യരുത്. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ കേസിനെ പറ്റി മിണ്ടിപ്പോകരുത്, തട്ടിക്കളയും ഒന്നുമല്ല. മിണ്ടിക്കോ, പക്ഷെ അത് ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്ന രീതിയിലാവരുത്. പോലീസിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലോ, ഇതിലേതെങ്കിലും വിക്ടിം ഉണ്ടെങ്കിൽ, വിക്ടിം ഇല്ല ഈ കേസിൽ, പക്ഷെ വിക്ടിം ഉണ്ടെങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലോ ഒന്നും ചെയ്യരുത്. ഇതാണ്. അതല്ലാത്ത വീഡിയോസ് ചെയ്യാൻ കോടതി അനുവാദം തന്നു, ഞാൻ ചോദിക്കാതെ തന്നെ. വെറുതെ ആൾക്കാർ ഓരോന്നും പറയുന്നത്, ഞാൻ ആകെത്തുക ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എന്നെ വിമർശിച്ച, വലിയ ബഹളം വെച്ച ഓരോറ്റ ആൾ പോലും എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല. എനിക്ക് എൻ്റെ ഈ ശൈലി മാറ്റാൻ പറ്റില്ല. അതെൻ്റെ ഒരു നിസ്സഹായാവസ്ഥയാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതിനകത്ത് യാതൊരു കുറ്റവും ഞങ്ങൾ കാണുന്നില്ല. എന്തുകൊണ്ട് പാറ്റ പാർട്ടിയുടെ ഈ അജിറ്റേഷനിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, അതിന് നിർബന്ധിതനായത് എന്തുകൊണ്ട്, ഒരു കീഴങ്ങലായിട്ട് പലർക്കും ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നതിൻ്റെ വിവിധ വശങ്ങൾ വിശദീകരിക്കുകയാണ് ഞാൻ ചെയ്തത്. അതിലൊരു തെറ്റും ആർക്കും കാണാൻ പറ്റുന്നില്ല. അത് മുഴുവൻ കണ്ടിട്ടില്ല. കാണുന്നതിന് മുമ്പ് ഒരു ബഹളം തുടങ്ങുകയാണല്ലേ. കാരണം എന്നെ നോക്കി വെച്ചിരിക്കുക. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചുണ്ണാമ്പിട്ട് വെച്ചതാണ് മോഹൻദാസിന്. ഒരു ദിവസം കിട്ടൂടാ നിൻ്റെ കയ്യിൽ. എന്നെ നോക്കിയിട്ട് ആർക്കാ ഇത്ര വലിയ താല്പര്യം എന്നെ അങ്ങ് തളച്ചു കളയാൻ? അവർക്കൊരു കുടുംബമുണ്ട്. ഞാൻ അതിൽ ആ കഞ്ഞിയിൽ പാറ്റ ഇടുന്ന, ഏത് പാറ്റ പാർട്ടിയല്ല, സാധാരണ പാറ്റ, അത് കഞ്ഞിയിൽ പാറ്റ ഇടുന്നത് മര്യാദയല്ല. അതുകൊണ്ട് ഞാൻ അത് വെളിപ്പെടുത്തുന്നില്ല. എനിക്കത് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുകയും ചെയ്യും കേട്ടോ. അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം വന്നിരുന്ന് പറഞ്ഞതൊക്കെ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അതിഗുരുതരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ട് ഒരു ദിവസം പോലും ഇയാളെ ശിക്ഷിക്കാൻ പറ്റാതെ തിരിച്ച് പുറത്തേക്ക് ഇറക്കി വിട്ടതിൻ്റെ ആ ധാർഷ്ട്യം, അതായത് ഞാനിനി എന്ത് പറഞ്ഞാലും ഇവിടെ ഒരു പുല്ലും ആരും എന്നെ ചെയ്യാനില്ല എന്നുള്ളൊരു അഹങ്കാരം, ഒരു ഹുങ്ക്, അതാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടത്. ഇയാൾക്ക് ജാമ്യം കൊടുത്തിട്ടുള്ള ജഡ്ജിയുടെ പേര് പരാമർശിക്കുക, കേരള പോലീസിനെ അവഹേളിക്കുക ആണ് ഇയാൾ ഈ വീഡിയോയിലൂടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ ജാമ്യം കിട്ടി പുറത്തേക്ക് വരികയാണെങ്കിൽ ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നതിനെക്കാട്ടിൽ പൂർവാധികം ശക്തിയിലും ഇയാൾ വീഡിയോയിൽ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. എന്നാൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ലാത്ത ഇവനൊക്കെ ചുണ്ണാമ്പ് തേച്ച് വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ പ്രേക്ഷകർ ഇതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മറുപടി കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.